ഇത് ഒരു മിഷണറിയുടെ ജീവിതയാത്രയുടെ നേർചിത്രമാണ്. ദൈവം ദാനമായി നൽകിയ പ്രകൃതിയെയും പൂക്കളെയും പച്ചപ്പിനെയും പച്ചിലകളെയും സ്നേഹിച്ച് അതിലൂടെ കർമ്മല പ്രേക്ഷിത ചൈതന്യത്തെ ഭാരതമണ്ണിന് സമ്മാനിച്ച ഒരു യഥാർത്ഥ മിഷണറി വൈദികന്റെ ജീവിത ചിത്രം. മലയാളത്തിന്റെ സ്വന്തം മത്തേവൂസ് പാതിരി. അതെ, നമ്മുടെ നാടിൻ്റെ ഹരിതാപമായ ഔഷധ സമ്പത്തിനെ ആഴത്തിൽ പഠിച്ച് ലോകത്തിനു മുൻപിൽ എത്തിക്കാൻ പ്രയത്നിച്ചിട്ടും അധികമാരാലും ശ്രദ്ധിക്കപ്പെടാതെ ചരിത്രത്തിൻ്റെ അടഞ്ഞ ജാലകത്തിലേക്ക് മാറ്റപ്പെട്ടുപോയ ഒരു മിഷണറി വൈദികൻ. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി കർമ്മല മാതാവിൻ്റെ പ്രേക്ഷിത ചൈതന്യവും പേറി ദേശാന്തരങ്ങൾ കടന്ന് 15-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ വന്ന് ഭാരതത്തിലെ വിവിധ ഭാഷകൾ പഠിക്കുകയും ആ ഭാഷകളിൽ ശാസ്ത്രഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളും രചിക്കുകയും ചെയ്ത നിഷ്പാദക കർമ്മലീത്ത സഭയുടെ മിഷണറിമാരിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന സസ്യശാസ്ത്ര ഗവേഷകനായിരുന്നു ഫാദർ മത്തേവൂസ് ഓഫ് സെയിന്റ് ജോസഫ്. 1612 ഇറ്റലിയിലെ മർച്ചിയാനീസിൽ ജനിച്ച് നേപ്പിൾസിലെ കർമ്മലീത്ത ആശ്രമത്തിൽ ചേർന്ന് വൈദികനാകുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ സയൻസിൽ ഉന്നത ബിരുദം നേടി. പിന്നീട് വൈദികനായി സിറിയ അടക്കം വിവിധ മിഷൻ ദേശങ്ങൾ പിന്നിട്ട് 1657 മലബാറിലെത്തിയ ഈ കർമ്മലിത്ത മിഷണറി 80 വയസ്സുവരെ ജീവിച്ച് ഈ നാടിൻ്റെ ഹരിതാപമായ ഔഷധ സമ്പത്തിനും ഒരു കർമ്മലിത്ത മിഷണറി എന്ന നിലയിൽ തിരുസഭാഗാത്രത്തിനും നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണ്. 1599 ഉദയംപേരൂർ സൂനോദോസ് വഴി കേരള ക്രൈസ്തവരെ കത്തോലിക്ക സഭയുമായി ബന്ധിപ്പിച്ചതിൽ അത്ര തൃപ്തിയില്ലാത്ത കുറേയധികം ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ പോർച്ചുഗീസ് ശക്തി മലബാറിൽ ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് 1653 കൊച്ചിയിൽ വച്ച് കൂനൻകുരിശ് ശപഥം നടന്നത്. കൂനൻകുരിശ് ശപഥത്തോടെ 2 വിഭാഗക്കാർ, പുത്തൻകൂറ്റുകാരും പഴയ കൂറ്റുകാരും കേരള ക്രൈസ്തവരിൽ ഉണ്ടായി. ഇത് സഭയെ സംബന്ധിച്ച് മലബാറിലെ സഭാചരിത്രത്തിൽ വലിയ ഒരു നിർഭാഗ്യകരമായ ഒരു ചേരിതിരിവായിരുന്നു. വത്തിക്കാൻ ഇതിൽ വളരെയധികം ഉത്കണ്ഠാകുലരായിരുന്നു. കാരണം ഇങ്ങനെ ഒരവസ്ഥയിൽ മലബാറിൽ ഇങ്ങനെ 2 വിഭാഗം, ഒരു വിഭാഗം കത്തോലിക്ക സഭയിൽ നിന്നും പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത് വലിയ ഒരു മനോവിഷമം ഉണ്ടാക്കുന്ന വസ്തുതയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രൊപഗാൻഡ തിരുസംഘം വഴി കർമ്മലിത്തരെ മലബാറിലേക്ക് അയക്കുവാനുള്ള നീക്കമുണ്ടായത്. 1657 ജോസഫ് സെബസ്ത്യാനിയും ഫാദർ മത്തേവൂസ് പാതിരി എന്ന് നമ്മൾ പറയുന്ന മത്തേവൂസ് പാതിരിയും മലബാറിലെത്തുന്നത്. കണ്ണൂർ വഴിയാണ് അവർ തെക്ക് ഭാഗത്തേക്ക് വരുന്നത്. ഈ സന്ദർഭത്തിൽ അതിനും കുറച്ചുകൂടി കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഡച്ച് ക്യാപ്റ്റൻ എന്നാൽ ഗവർണർ എന്നല്ല അദ്ദേഹത്തെ പറഞ്ഞത്, കൊച്ചിയിലെ ഡച്ച് ക്യാപ്റ്റനായിരുന്ന ഹെൻറിക് ഏഡ്രിയൻ വാൻഡ്രീഡിന് സസ്യശാസ്ത്ര ഗവേഷണം സംബന്ധിച്ചുള്ള ഒരു ബൃഹത് ഗ്രന്ഥം, മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി ഉണ്ടായത്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരു ചരിത്ര പശ്ചാത്തലം വേറെയുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സസ്യശാസ്ത്ര ഗവേഷകനായിരുന്നില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ 3-ാം വാല്യത്തിൽ 16 പേജുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘമായ ആമുഖത്തിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്.
ആഗ്രഹം മാത്രം കൊണ്ട് ഒന്നും ആവില്ലല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് സസ്യശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയ ഒരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് അദ്ദേഹം ഫാദർ മത്തേവൂസിനെ കണ്ടുമുട്ടുന്നതും തൻ്റെ ആഗ്രഹം അറിയിക്കുന്നതും. അങ്ങനെ ഫാദർ മത്തേവൂസ് കൊച്ചിക്കോട്ടയിൽ സ്ഥിരമായി ഏഡ്രിയൻ വാൻഡ്രീഡുമായി സഹവർത്തിത്വത്തിലും അദ്ദേഹരുടെ ആ പുസ്തകത്തിൻ്റെ രചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുമുള്ള കാര്യങ്ങളിലും വ്യാപൃതനായി. കൊച്ചിയിൽ ഒരു ഔഷധത്തോട്ടം, ഓടത്ത എന്ന് പറയുന്നതിൻ്റെ ഒരു തൂണിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഓടത്ത, ഹോർത്തൂസ് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നുള്ളതിൻ്റെ, അതിപ്പോഴും കൊച്ചി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം കർമ്മലൈത്തർ വരാപ്പുഴയിൽ വന്ന ആ സാഹചര്യത്തിൽ മറ്റൊരു വലിയ ദൗർഭാഗ്യകരമായ സംഭവം കൂടി ചരിത്രത്തിൽ രേഖപ്പെടുന്നുണ്ട്. 1663 പോർച്ചുഗീസുകാരെ ഡച്ചുകാർ തോൽപ്പിക്കുന്നത്. അതോടൊപ്പം ജോസഫ് സെബസ്ത്യാനിയെ നിർബന്ധപൂർവം ഡച്ചുകാർ റോമിലേക്ക് മടക്കി അയച്ചു. ഫാദർ മത്തേവൂസിനെ തുടരുവാനായിട്ട് വാൻഡ്രീഡുമായുള്ള ഈ സൗഹാർദ്ദം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതിൽ കൂടുതലും വാൻഡ്രീഡിൻ്റെ താല്പര്യങ്ങളായിരുന്നു. ഫാദർ മത്തേവൂസ് തയ്യാറാക്കിയ സസ്യശാസ്ത്ര ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചുള്ള ആ വിവരങ്ങൾ കൈമാറുകയും 1673 ചാത്യാത്തും വരാപ്പുഴയിലും ഓരോ ദേവാലയങ്ങളും നിർമ്മിക്കുവാൻ വാൻഡ്രീഡ് ഫാദർ മത്തേവൂസിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. ആ ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും വോളിയം 1, വോളിയം 2 പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് വാൻഡ്രീഡ് ഹോളണ്ടിൽ തിരിച്ചെത്തി 3ാമത്തെ വോള്യത്തിൻ്റെ ജോലി നിർവഹിക്കുന്നതും ഈ ഹോർത്തൂസ് മലബാരിക്കൂസ് എന്നുള്ള ബൃഹത്തായ ഗ്രന്ഥം അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കുന്നതും. ഇതിൽ ഫാദർ മത്തേവൂസിൻ്റെ ആ പങ്ക് വളരെ വ്യക്തമായിട്ട് വാൻഡ്രീഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിലും സസ്യശാസ്ത്രത്തിലും ഉന്നത സർവകലാശാല ബിരുദങ്ങളും പരിശീലനവും നേടിയ ബഹുഭാഷാ പണ്ഡിതനായ പ്രതിഭ. ഇറ്റലിയിലെ നേപ്പിൾസിലെ പ്രശസ്തമായ ഫോളിയ കുടുംബത്തിൻ്റെ ഈ രംഗത്തുള്ള പാരമ്പര്യം ഇദ്ദേഹത്തിൽ ചെറുപ്പത്തിൽ തന്നെ സസ്യങ്ങളെ നിരീക്ഷിക്കുന്നതിലും അതിലെ ഔഷധഗുണം കണ്ടെത്തുന്നതിലും തൽപരനാക്കി. മത്തേവൂസ് പാദ്രി ഒരു കർമ്മലീത്ത മിഷണറിയാണ്. അദ്ദേഹം 1657 കേരളത്തിലെത്തുന്നത് സെബസ്ത്യാനി പിതാവിനോടൊപ്പം. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം തൻ്റെ സഭാപ്രവർത്തനങ്ങൾക്കിടയിൽ സസ്യശാസ്ത്രത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ ഏറെ യത്നിച്ചു. അങ്ങനെ കേരളത്തിലെ 300-ലധികം ദ്രാവിഡ വൈദ്യന്മാരെ നേരിൽ കണ്ടും സംവദിച്ചും ഓരോ ചെടിയെക്കുറിച്ച് പഠിച്ചും ഒക്കെ തയ്യാറാക്കിയ വലിയൊരു ഗ്രന്ഥമാണ് വിരുദാരിയം ഒറിയന്താലെ. ഈ വിരുദാരിയം ഒറിയന്താലയിൽ ഗോവ മുതൽ കേരള തീരം വരെയുള്ള സ്ഥലങ്ങളിലുള്ള കാടും മേടുമൊക്കെ ചവിട്ടി കയറി നടന്ന് നിരീക്ഷിച്ച് പഠിച്ച് എഴുതിയ 1300-ലധികം സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉള്ളത്. ഈ വിവരങ്ങളാകട്ടെ വൈദ്യശാസ്ത്രപരമായി വളരെ വിലപ്പെട്ടതുമാണ്. ഓരോ സസ്യത്തിൻ്റെയും ഇല, കൂമ്പ്, വിത്ത്, പൂവ്, അതിൻ്റെ വേര്, തടി എല്ലാം ഓരോ ഭാഗങ്ങളും ഏതെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള വിരുദാരിയം ഒറിയന്താലയുടെ കയ്യെഴുത്ത് കോപ്പികൾ ഇന്ന് വിവിധ പ്രദേശങ്ങളിലായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. പാരീസ് സർവകലാശാലയിലെ വിരുദാരിയം ഇരിക്കുന്നത് പാരീസ് കോഡക്സ് എന്നുള്ള പേരിലാണ്. ഇനി റോമിലേക്ക് ചെന്നാൽ അവിടെയും ഇരിപ്പുണ്ട് കുറേ കയ്യെഴുത്ത് പ്രതികൾ. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ഇറ്റലിയിലെ
നാപ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള സർവകലാശാലയിലും നമുക്ക് ഇതിൻ്റെ കോപ്പികൾ കാണാം. അങ്ങനെ ഇത് ഓരോരുത്തരുടെ കയ്യിലുമായിട്ടാണ് കൊടുത്തുവിട്ടത്. ഓരോ സമയത്ത് അവരത് ഓരോ സ്ഥലത്ത് എത്തപ്പെടുന്നതിനനുസരിച്ച് അതാതിടങ്ങളിൽ നിക്ഷേപിച്ചു. അത് അറിവിൻ്റെ മേഖലയിൽ, വൈദ്യശാസ്ത്ര മേഖലയിൽ വലിയൊരു സ്ഫോടനം സൃഷ്ടിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇത്. അതിൽ ഓരോ സസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രോഗവിവരങ്ങൾ കൂടി പറയുന്നുണ്ട്. ആസ്തമയ്ക്ക് ഇന്ന ചെടിയുടെ വേര് അരച്ച് കഴിച്ചാൽ മതി, അത് ഇന്ന തരത്തിൽ കഴിക്കണം എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് നമുക്ക് മലയാളം കാണാം. ഇപ്പോൾ തെങ്ങ് എന്ന് പറയുന്നതിന് തെങ്ങ എന്ന് മലയാളത്തിൽ വായിക്കാവുന്ന തരത്തിൽ ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അക്കാലത്ത് മലയാളത്തെ കപ്പൽ കയറ്റിയ പാതിരി എന്ന് കൂടി അറിയപ്പെട്ടിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. മത്തേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ വരുന്നത് ചാതുർവർണ്ണയവും അതുപോലെ തന്നെ നരബലിയും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ശക്തമായ ചാതുർവർണ്ണ ചിന്തകളിലൂടെ പോകുന്ന കാലഘട്ടം, ഒരു സമൂഹം. അതിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ നരബലിക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഇവിടെയുള്ള അനാചാരങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽപ്പെട്ടത് തന്നെയാണ്. തികഞ്ഞ മരിയ ഭക്തനും കർമ്മലിത്ത മിഷൻ ചൈതന്യത്തിന്റെ പ്രേക്ഷിതനുമായ മത്തേവൂസ് പാതിരി സഭകൾ തമ്മിലുള്ള ഐക്യത്തിനും മരിയ ഭക്തി പ്രചാരണത്തിനും ഏറെ സംഭാവനകൾ നൽകി. പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ 1ാം വോളിയമാണ്. ഇതിൽ 12 വോളിയങ്ങളാണ് ആകെ ഉള്ളത്. 14 വോളിയങ്ങൾക്കാണ് പദ്ധതിയിട്ടത് എങ്കിലും 12 പുറത്തു വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ 1673 നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. 1673 ഹെൻറിക് വാൻ ട്രീത് എന്ന ഒരു മനുഷ്യൻ ഡച്ച് ഗവർണറായി കൊച്ചിയിലെത്തി. അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന ഈ ലോകത്തിന് നൽകണം, ഇവിടുത്തെ പച്ചപ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണം, അതിന് പറ്റിയ ആളെ കണ്ടെത്തണം. അങ്ങനെ അതിനുള്ള ശ്രമമായി. അപ്പോൾ ഈ സസ്യ സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാര് എന്ന അന്വേഷണത്തിലേക്ക് പോയി. മഹാരാജാവും അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരും പറഞ്ഞു, ഏകസ്വരത്തിൽ പറയുകയാണ്, ഇവിടെ ഒരു മത്തേവൂസ് ഉണ്ടായിരുന്നു പാതിരി, അദ്ദേഹമാണ് ഇതിന് സമർത്ഥൻ. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സസ്യങ്ങളെ സംബന്ധിച്ച്. അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും ആട്ടിപ്പായിച്ചില്ലേ? അപ്പോഴാണ് ഓർക്കുന്നത്, പണ്ട് കോട്ടയത്ത് ഡച്ച് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ പെട്ട മത്തേവൂസ് പാതിരിയെക്കുറിച്ച് ഓർക്കുന്നു. ഉടനെ അദ്ദേഹത്തെ അന്വേഷിച്ച ആളുകൾ പോവുകയാണ്. അങ്ങനെ പല ഭാഗങ്ങളിൽ പോകുന്ന സമയത്താണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ഡച്ച് കൊട്ടാരത്തിലേക്ക്, കൊച്ചിയിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ഇരുത്തുക മാത്രമല്ല, തൻ്റെ ഇംഗിതം പറഞ്ഞു, അതെല്ലാം ചെയ്തു തരാം, പക്ഷേ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്ന്, ഞാൻ ചാത്തിയാത്തും വരാപ്പുഴയിലും ഓരോ ദേവാലയങ്ങളും ഓരോ ആശ്രമങ്ങളും പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പണി പൂർത്തിയാക്കാൻ നിങ്ങൾ വന്നതോടെ സാധ്യമല്ലാതെ വന്നു. അതുകൊണ്ട് അവ പൂർത്തീകരിക്കാനുള്ള അനുവാദം എനിക്ക് തരണം. 2, എൻ്റെ ആളുകളെല്ലാം നിങ്ങളുടെ വരവോടുകൂടി ശിഥിലമായി പോയിരിക്കുകയാണ്. ഈ രാജ്യത്തെങ്ങുമില്ല, കാടും മലയും ഒക്കെ താണ്ടി അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് കഴിയുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള അനുവാദം വേണം. ഈ 2 കാര്യങ്ങളും അദ്ദേഹം ഉടനെ അനുവദിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്ന് വിരുദാരിയും മുറിയൻ താലയുടെ പൂർണ്ണമായ ഭാഗങ്ങളെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. അതിനു മുമ്പ്
മറ്റൊരു അത്ഭുതം അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഈ അഭിപ്രായം കേട്ടിട്ട് സഞ്ചിയിൽ നിന്ന് പേപ്പറും പേനയും എടുത്ത് വരക്കുന്നുണ്ട്. ആ വരച്ച പേപ്പർ കൊടുക്കുമ്പോൾ സത്യത്തിൽ വാൻ റീസ് അത്ഭുതപ്പെടുകയാണ്. തെങ്ങിൻ്റെ കൂമ്പ്, തെങ്ങിൻ്റെ കൊല, തെങ്ങിൻ്റെ വേര്, ഇതെല്ലാമാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, അച്ചോ ഞങ്ങളോടൊപ്പം നിൽക്കണം, ഇത് പൂർത്തീകരിച്ച് തരണം, ഈ പദ്ധതി നമുക്ക് രണ്ടുപേർക്കും കൂടി പൂർത്തീകരിക്കാൻ കഴിയണം, അപ്പോഴാണ് ഇത് മറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും എല്ലാം അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടായ വലിയ സസ്യശാസ്ത്ര അത്ഭുതമായിട്ടാണ് ഈ ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന ഗ്രന്ഥങ്ങളെ കാണുക. ഇവിടെ മറ്റൊന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് ആണ് പാതിരി അതിന് കൊടുത്ത പേര്. അത് കമ്മിറ്റിയുടെ മുമ്പിലെത്തിയപ്പോൾ, അതിനെക്കുറിച്ച് ഉള്ള പ്രിൻറ്റിങ്ങിന് നിയുക്തരായിട്ടുള്ള കമ്മിറ്റിയുടെ മുമ്പിലെത്തിയപ്പോൾ, ഇന്ത്യക്ക് പുറത്തും മലബാറുണ്ട്. മലബാറിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ അടിമകളായിട്ടുള്ള ആളുകൾ ചില ഭാഗങ്ങളിലെല്ലാം മലബാർ എന്നുള്ള സ്ഥലനാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ന് വരണം. അങ്ങനെയാണ് ഇന്ത്യക്കൂസ് കടന്നു വരുന്നത് എന്നുകൂടി അറിയാം. ഇതിനകത്ത് ഗിരിധാരി താലയിൽ 1300-1400 സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ 741 സസ്യങ്ങളുടെ വിവരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ലോകത്തിന് വലിയ വലിയ സമ്മാനമാണ്. തന്നെയുമല്ല, സസ്യശാസ്ത്ര മേഖലയിൽ ഇന്ന് അറിയപ്പെടുന്നത് സസ്യശാസ്ത്രജ്ഞരുടെ ബൈബിൾ എന്നാണ് ഈ ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന ഗ്രന്ഥം അറിയപ്പെടുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് മത്തേവൂസ് പാദ്രിയുടെ ആ പ്രത്യേകത ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുക. ചെടികളെക്കുറിച്ചുള്ള ഫാദർ മത്തേവൂസിൻ്റെ അഗാധമായ പരിജ്ഞാനം അക്കാലത്ത് ഏറെ അറിയപ്പെട്ടിരുന്നു. യാത്രകളിലുടനീളം രോഗികളെ ചികിത്സിക്കാനും താൻ പുതിയതായി കണ്ടെത്തുന്ന സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ചിത്രങ്ങളാൽ എഴുതി തയ്യാറാക്കാനും ഈ പ്രതിഭാശാലിയായ മിഷണറി സമയം കണ്ടെത്തിയിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മട്ടാഞ്ചേരി ജീവമാതാ പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. ചരിത്ര പ്രസിദ്ധമായ ഈ പള്ളിയുടെ മേടയിൽ മത്തേവൂസ് പാദ്രി ചെലവഴിച്ച സുപ്രധാനമായ നിരവധി സംഭവങ്ങൾക്ക് വേദിയായ ഒരു ദേവാലയമാണ് മട്ടാഞ്ചേരി ജീവമാതാ പള്ളി. കൊച്ചിയും പരിസരത്തുമെല്ലാം അദ്ദേഹത്തിൻ്റെ മിഷൻ വേലകൾ നടക്കുന്ന ആ കാലഘട്ടത്തിൽ കുഷ്ഠം, ചൊറി, സാംക്രമിക രോഗങ്ങളായ വസൂരി, അങ്ങനെ തുടങ്ങിയ നിരവധി സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷിത പ്രവർത്തനം. അദ്ദേഹം മതപരമായ വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം ഏർപ്പെടുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി ഒരു ബിഷഗുരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇവിടുത്തെ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന പരോച്ചിയൽ ഹൗസ്, അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിരുതാരിയം ഒറിയന്താലെ എന്നുള്ള സുപ്രസിദ്ധ ഗ്രന്ഥം വിരചിതമായത്. അദ്ദേഹത്തിൻ്റെ അന്തിമ കാലഘട്ടവും ഈ മട്ടാഞ്ചേരി ജീവമാതാ ദേവാലയത്തിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിനോടൊപ്പം തന്നെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന 17-ാം നൂറ്റാണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യ മേഖല അതിനൊരു പിന്തുടർച്ച ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമാണ് കർമ്മലീത്ത സഭക്കാർ അന്ന് മഞ്ഞുമൽ 1888 മാർച്ച് മാസം 19 ആരംഭിച്ച സെൻറ്റ് ജോസഫ് ആശുപത്രി. ബ്രദർ നിക്കോളാസ് ആരംഭിച്ച ആ ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം ഫോർട്ടുകൊച്ചിക്കാരനായ ബ്രദർ ഇസിഡോർ ഡിക്കോസ്റ്റ, അദ്ദേഹം ഒരു അസിസ്റ്റൻറ്റ് സർജനായി ജോലി ചെയ്തിരിക്കവെയാണ് ഈ സന്യാസ സമൂഹത്തിലേക്ക് അദ്ദേഹത്തിന് വിളിയുണ്ടാകുന്നത്. അദ്ദേഹത്തെ മഞ്ഞുമൽ പ്രോവിൻസ് ഉപരിപഠനത്തിനായി മദ്രാശിയിലേക്ക് വിടുകയും 30 വർഷക്കാലത്തോളം
ബ്രദർ നിക്കോളാസും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ഇസിഡോറും ചേർന്ന് വലിയ പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്ത് നടത്തുകയുണ്ടായിരുന്നു. അവർ കണ്ടുപിടിച്ച കാർമലൈറ്റ് മെഡിസിൻ എന്നുള്ളത് അക്കാലത്ത് വളരെ പ്രചാരം കിട്ടിയതും അതോടൊപ്പം തന്നെ ആളുകൾ വളരെയധികം സ്വീകരിച്ചതുമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അദ്ദേഹം നറുനീണ്ടി സത്ത് എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തത്തോടുകൂടി തന്നെ വലിയൊരു ചികിത്സ അവിടെ ആരംഭിച്ചതും എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ്. ഇന്നും കർമ്മലീത്ത സഭ മഞ്ഞമ്മൽ സെൻറ്റ് ജോസഫ് ആശുപത്രി കാലഘട്ടത്തിനനുസരിച്ച് വികസിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത് തന്നെ ഈ മത്തേവൂസ് പാതിരിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അദ്ദേഹം ഈ കാലഘട്ടത്തിലും ഏത് ചികിത്സയ്ക്കും അനുരൂപമായ രൂപത്തിൽ ഒരു സമൂഹത്തെ പാകപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കർമ്മലീത്ത പുരോഹിത ശുശ്രൂഷ ദൗത്യത്തിനുമപ്പുറം ഒരു നാടിൻ്റെ ജൈവസമ്പത്തിനും സാമൂഹിക ഉന്നമനത്തിനും ഏറെ സംഭാവനകൾ നൽകി താൻ സുവിശേഷവുമായി എത്തപ്പെട്ട ഈ മണ്ണിൽ എന്നെന്നും സ്മരിക്കപ്പെടുവാൻ ഉതകുന്ന സംഭാവനകൾ നൽകിയ ഒരു കർമ്മലീത്ത സന്യാസി. പക്ഷേ തൻ്റെ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടണം എന്നുപോലും ക്രിസ്തുവിനെ പ്രതി ആഗ്രഹിക്കാതെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ എന്ന് ചിന്തിച്ച ഒരു മഹാമിഷണറി. മത്തേവൂസ് പാതിരിയുടെ 17-ാം നൂറ്റാണ്ടിലെ ആ പ്രേക്ഷിത ചൈതന്യവും അദ്ദേഹം ഇതിനുവേണ്ടി സഹിച്ച ത്യാഗങ്ങളും കേരള കത്തോലിക്ക സഭ പടുത്തുയർത്തുന്നതിൽ വഹിച്ച പങ്കും ഇന്നോർക്കുമ്പോൾ വളരെയധികം ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി കടന്നു പോകേണ്ടതുണ്ട്. അദ്ദേഹം ഡച്ചുകാരുടെ മുമ്പിലും കർമ്മലീത്തരുടെ മുമ്പിലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കർമ്മലീത്തർ അദ്ദേഹത്തെ പ്രൊട്ടസ്റ്റൻ്റ് കാൽവനിസ്റ്റ് ഡച്ച് പാളയത്തിലേക്ക് പോയി കത്തോലിക്കർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം ഡച്ച് പാളയത്തിലാണെങ്കിൽ വാൻ റീഡ് അതിരുവിട്ട് മത്തേവൂസ് പാതിരിയെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും കത്തോലിക്കരുടെ ആ പ്രവർത്തനം മലബാറിൽ അനുവദിക്കുവാൻ അകാരണമായി ഇടപെട്ടു എന്നുള്ള ആരോപണവും വാൻ റീഡ് നേരിട്ടിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരോടും മത്തേവൂസ് പാതിരിക്ക് എതിരിടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്തേവൂസ് പാതിരിയുടെ നിതാന്ത ശ്രമഫലമായി 1673 എറണാകുളത്തിനടുത്ത് ചാത്യാത്തും വരാപ്പുഴയിലും 2 ദേവാലയങ്ങൾ അന്നത്തെ കൊച്ചിയുടെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡിൻ്റെ ഉത്തരവ് വാങ്ങി നിർമ്മിച്ചു. ഇത് ഈ മിഷണറി വൈദികന്റെ വിലയേറിയ സംഭാവനയായി ഇന്നും സ്മരിക്കപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുരാതനമായ വെണ്ടുരുത്തി പള്ളിയിലാണ്. എറണാകുളത്തിനും കൊച്ചിക്കും മധ്യേ വിശാലമായ വേമ്പനാട്ട് കായലിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന പുരാതനമായൊരു ദ്വീപാണ് വെണ്ടുരുത്തി. അതിൻ്റെ ഹൃദയഭാഗത്ത് പോർച്ചുഗീസ് ശൈലിയിൽ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയപ്പെട്ട മനോഹരമായ ദേവാലയമാണ് ഇത്. കേരള കത്തോലിക്ക സഭയിലെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയാണ് ഈ ദേവാലയം. ഈ ചരിത്ര സംഭവങ്ങളുടെ എല്ലാം കയ്യൊപ്പുകൾ ഇന്നും ഈ ദേവാലയത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഈ ദേവാലയത്തിലെ 2 പാർശ്വ അൾത്താരകളിലും കാണപ്പെടുന്ന മ്യൂറൽ ചിത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവ. കേരള സഭയ്ക്ക് ജീവൻ പകരുവാൻ 17-ാം നൂറ്റാണ്ടിൽ എത്തിച്ചേർന്ന കർമ്മലിത്ത മിഷണറിമാരിൽ കലാകാരനും ബഹുഭാഷാ പണ്ഡിതനും സസ്യശാസ്ത്രജ്ഞനും ബിഷഗരനുമായ മഹാമിഷണറി മത്തേവൂസ് പാതിരിയിലേക്കാണ് ഈ ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ബൃഹത്തായ തൻ്റെ മിഷണറി യാത്രകളിൽ തൻ്റെ ചിത്രകലാ പ്രാഗൽഭ്യം അദ്ദേഹം പല പള്ളികളിലും ഉപയോഗപ്പെടുത്തി. അതിൻ്റെ ജീവസുറ്റ ഒരടയാളം ഇന്നും മുട്ടുചിറയിലുള്ള
ഫ്രാസ്ക പള്ളിയിൽ കാണാൻ സാധിക്കും. ഏകദേശം 10 അടി നീളത്തിലും 10 അടി വീതിയിലും കുമ്മായ ഭിത്തി ഒരുക്കി ചെയ്തിരിക്കുന്ന മ്യൂറൽ ചിത്രമാണത്. മധ്യഭാഗത്ത് മനോഹരമായ സെബസ്ത്യാനോസ് പുണ്യവാളനും അതിൻ്റെ ചുറ്റിലും ഇലച്ചാർത്തുകളും പൂക്കളുമെല്ലാം വരച്ചു ചേർത്ത മനോഹരമായ ചിത്രം. 17-ാം നൂറ്റാണ്ടിലെ പ്രകൃതിദത്തമായ നിറച്ചാർത്തുകൾ ഉപയോഗിച്ച് ചെയ്യപ്പെട്ട ഈ മ്യൂറൽ ചിത്രങ്ങൾ കേരളത്തിലെ മ്യൂറൽ ചിത്രകലാ ചരിത്രത്തിൻ്റെ തന്നെ പ്രാരംഭഘട്ടമാണെന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം മറ്റ് പല ദേവാലയങ്ങളിലും തൻ്റെ ചിത്രകലയിലൂടെ അൾത്താരകൾക്ക് മിഴിവ് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പരാമർശിച്ച വെണ്ടുരുത്തിപ്പള്ളിയിലെ പാർശ്വ അൾത്താരകൾ. ചാത്യാത്തും വരാപ്പുഴ ദേവാലയത്തിലും അദ്ദേഹത്തിൻ്റെ മ്യൂറൽ ചിത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ അവയെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയി. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവനെന്ന യേശുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ചു തൻ്റെ യൗവനത്തിൽ തന്നെ വീട് വിട്ടിറങ്ങി പൗരസ്ത്യദേശങ്ങൾ മുഴുവനും സഞ്ചരിച്ച് തീക്ഷ്ണതയോടെ യേശുവിനെ പ്രഘോഷിച്ച ഈ മിഷണറി വര്യനെ ഓർക്കുമ്പോൾ ഇന്നും നമുക്ക് അത്ഭുതമാണ്. ഒരു പുരുഷായുസ്സിന് ഇത്രമാത്രം ചെയ്യുവാൻ സാധ്യമാകുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. അത്ഭുതാദരവുകളോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ചൈതന്യം എത്രമാത്രം നമ്മളെയെല്ലാം പ്രചോദിപ്പിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. തൻ്റെ ജീവിതം മുഴുവൻ യേശുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ച് അതിക്ലേശകരമായ യാത്രകൾ ചെയ്ത് സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച് രോഗികളെ പരിചരിച്ച് സുവിശേഷം പ്രഘോഷിച്ച് തൻ്റെ സകല കഴിവുകളും സുവിശേഷ പ്രഘോഷണത്തിന് ഉപയോഗപ്പെടുത്തി അതിൽ ഭൂരിഭാഗം നാളുകളും നമ്മുടെ ഈ മണ്ണിൽ ജീവിക്കുകയും കേരള കത്തോലിക്ക സഭയ്ക്ക് ജീവൻ നൽകുകയും ചെയ്ത ഈ മഹാമിഷണറി 1691 രോഗഗ്രസ്തനായി. അദ്ദേഹം മട്ടാഞ്ചേരിയിലെ ജീവമാതാ പള്ളിയിൽ വിദഗ്ധമായ ചികിത്സകൾക്ക് വിധേയനായി. എങ്കിലും രോഗം മൂർച്ഛിച്ചതിനാൽ അന്ന് വെണ്ടുരുത്തിപ്പള്ളിയിലെ വികാരിയും ബിഷപ്പ് ഈശോസഭാ വൈദികനുമായ ക്രിസ്റ്റഫർ ദെ മിരാൻഡ അദ്ദേഹത്തെ ചികിത്സാർത്ഥം വെണ്ടുരുത്തിപ്പള്ളിയിലേക്ക് കൊണ്ടുവരികയും ചികിത്സകൾ നൽകുകയും ചെയ്തു. എങ്കിലും ആ ചികിത്സകൾ നിഷ്ഫലമാവുകയും 1691 ഡിസംബർ 30-ാം തീയതി അദ്ദേഹം വെണ്ടുരുത്തിയിൽ വച്ച് നിര്യാതനാകുകയും ചെയ്തു. അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാനായി അദ്ദേഹത്തിൻ്റെ പൂജ്യശരീരം മട്ടാഞ്ചേരിയിലേക്കും ചാത്യാത്തേക്കും കൊണ്ടുപോവുകയും അവിടെ നിന്ന് വരാപ്പുഴ പള്ളിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ ഡച്ച് ഭരണാധികാരികളുടെയും കൊച്ചി മഹാരാജാവിൻ്റെയും വലിയൊരു ജനാവലിയുടെയും സാന്നിധ്യത്തിൽ 1691 ഡിസംബർ 31-ാം തീയതി ഈ മഹാമിഷണറിയുടെ പൂജ്യശരീരം വരാപ്പുഴ ദേവാലയത്തിൽ സംസ്കരിക്കപ്പെട്ടു. 17-ാം നൂറ്റാണ്ടിൽ കേരള മണ്ണിന് ലഭിച്ച മഹിതമായ സസ്യശാസ്ത്ര സഞ്ചയികയായ ഹോർത്തൂസ് മലബാറിക്കോസ് ഇൻഡിക്കോസിൻ്റെ നിർമ്മിതിയിൽ ധന്യമായ ഇടപെടലുകൾ തൻ്റെ ജീവിതം കൊണ്ട് നിർവഹിച്ച ഈ കർമ്മലീത്ത മിഷണറി വൈദികൻ്റെ പങ്ക് ചരിത്രത്തിൽ ഒളിമങ്ങാതെ ഇന്നും തെളിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. കടലുകൾ കടന്നുവന്ന് ക്രിസ്തു സ്നേഹം പകർന്നു നൽകുന്നതിനോടൊപ്പം ദൈവം നമുക്കായി ഈ പ്രകൃതിയിൽ ഒരുക്കിയ ഔഷധക്കൂട്ടുകളെ നമുക്ക് കണ്ടെത്തി നൽകിയ ഈ മിഷണറി വൈദികൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.